ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ. നവ്യ സത്യങ്ങൾ അറിയുന്നു. ചന്തുമോള് അഭിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം നവ്യ അറിയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ കനക തന്നെ വന്ന് വിളിച്ചു പറയാണ്. അങ്ങനെ നവ്യ ആകപ്പാടെ ഒരു കൺഫ്യൂഷനിലാവാണ് കേട്ടോ. പൂർണ്ണമായിട്ടൊന്നും നവ്യ വിശ്വസിച്ചിട്ടില്ല. പക്ഷെ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിലൊരു ഇരട്ടത്താപ്പുണ്ടോ, ഇനി ആദർശിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞതാണോ എന്നൊക്കെയുള്ള ചിന്ത നവ്യയ്ക്കുണ്ടെങ്കിലും നവ്യ അബിയുടെ അടുത്ത് എത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. DNA ടെസ്റ്റിന് നിർബന്ധിക്കുന്നുമുണ്ട്. അബി അവിടെ കിടന്ന് ഉരുണ്ടൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും DNA ടെസ്റ്റ് വന്നു കഴിയുമ്പം സത്യം പുറത്തു വരികയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ അടിപൊളി വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ അഭിയോടും ജലജയോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും അഭിക്കില്ല. യാതൊരു ഉത്തരവാദിത്വം ഇവിടെ കൊടുത്തിട്ടില്ല. അതേസമയം ജ്വല്ലറിക്കാരാണെങ്കിൽ അഭിയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഒരു ജ്വല്ലറിയുടെ ഉത്തരവാദിത്വം ഫുൾ ഇവനെ ഏൽപ്പിക്കാമെന്നാ ഡേവിഡ് സാറ് പറഞ്ഞത്. എന്നിട്ടും ഇവൻ അങ്ങോട്ട് വരാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയാ. അപ്പോൾ ജലജയം പറയാ, ശരിയാ, നിനക്ക് വേണമെങ്കിൽ ജ്വല്ലറി കയറി കൂടി അബി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അബി പറയാ, അമ്മയ്ക്കറിയില്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ. ഞാനിപ്പോൾ ഇവിടെ ജ്വല്ലറിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താവും അമ്മയ്ക്ക് അറിയില്ലെന്ന് ചോദിക്കുക. അബി മനസ്സിൽ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഒരു പോക്കുണ്ടായാൽ തന്നെ ഉള്ള സത്യങ്ങൾ മുഴുവൻ ദേവയാനി വിളിച്ച് പറയും. നവ്യ ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്നുള്ള വിവരം അറിയും. അതൊക്കെയാണ് കേട്ടോ അബിയുടെ ചിന്ത. അപ്പോൾ കണ്ണുകൊണ്ട് ജലജയെ കാണിക്കുമ്പോൾ ജലജയ്ക്കും കാര്യം പിടികിട്ടുകയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ശരിയാ, ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറയുമ്പം നവ്യ ചോദിക്കുക, അതെന്താ നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും പേടിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോഴും പേടിച്ച് അടിമയെ പോലെ ഇവിടുത്തെ വീട്ടുവേലയും ചെയ്തല്ലേ നിങ്ങൾ രണ്ടും നിൽക്കുന്നത്. എന്നെ അതിനൊന്നും കിട്ടുന്നില്ല. എൻ്റെ പൊന്നബി, നീ ഇതൊക്കെ വിട്ടിട്ട് ആ ജ്വല്ലറിയിലേക്ക് വാ എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും അല്ല നവ്യേ, ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവിടെ നിന്നെല്ലാം ഇട്ട് എറിഞ്ഞ് ഇറങ്ങിപ്പോന്നാൽ എനിക്കൊരു നല്ല പങ്ക് ഈ ട്രസ്റ്റിലുണ്ട്. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഈ അനന്തപുരിയിലെ സ്വത്തുക്കളുടെ ഒരു ഭാഗം എനിക്കും അമ്മയ്ക്കും ഉണ്ട്. അതൊക്കെ കിട്ടാതെ പോയാലൊന്ന് ആലോചിച്ചിട്ടാ ഇവിടുന്ന് ഇറങ്ങാത്തത് എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയാ, ഇനിയിപ്പോൾ അത് കിട്ടിയില്ലല്ലോ എന്താ, അത് കിട്ടിയില്ലെങ്കിലും ജീവിക്കാനുള്ള വക നമുക്ക് സമ്പാദിക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും ജോലി ചെയ്ത ലക്ഷങ്ങൾ മാസം കയ്യിലേക്ക് വരും. അതുകൊണ്ടൊക്കെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എടാ, ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്ന് വേണടാ. അതല്ലാതെ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതല്ലടി, ഇവിടുന്ന് കിട്ടാനുള്ളത് കുറച്ചൊന്നുമല്ല, ലക്ഷങ്ങളുണ്ട്. അതൊക്കെ ഇട്ട് എറിഞ്ഞ് പോകാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും ഇത്രയും നാളും ഇതൊക്കെ സ്വന്തമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതല്ലേ. ഇതെല്ലാം ഇട്ട് എറിഞ്ഞിട്ട് പോരാൻ പറ്റില്ലാത്തത് കൊണ്ടാ. കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സ്വത്തൊക്കെ ഒന്ന് ഭാഗം വെക്കട്ടെ, അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുമ്പം നവ്യ പറയാ, നിങ്ങളുടെ മുത്തശ്ശൻ ഇപ്പം സ്വത്ത് ഭാഗം വെക്കും. സ്വത്ത് ഭാഗം വെച്ചാലും അത് ആദർശനും നയനിക്കുവേ കൂടുതൽ കൊടുക്കുള്ളൂ. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നോ നാണോ ഇല്ലാത്തവനെ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, എനിക്ക് പുറത്തേക്കൊക്കെ പോകാനും ഉണ്ടെന്നൊക്കെ നവ്യ പറയാണ് കേട്ടോ. അതേസമയം നയനയും ആദർശും മാറി താമസിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ കനകയും ഗോവിന്ദനും തയ്യാറാവുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ കുറച്ചധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ നയനയ്ക്ക് കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കനകയെ ഇത്രയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കണോ? അവൾ ഇതെല്ലാം കൂടെ കഴിക്കുമോ? അത് തന്നെയല്ല, ഇപ്പം പുറത്തുനിന്ന് വാങ്ങിച്ചാൽ കിട്ടാത്ത എന്ത് പലഹാരമുള്ളത്? നീ ഇത്രയധികം നിന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയാ, പിന്നെ ഈ സമയത്തല്ലേ പുറത്തുനിന്ന് പലഹാരങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്നത്? ഇതൊക്കെ സാധാരണ പണ്ട് മുതലേ ഗർഭിണികൾക്ക് വീട്ടുകാരുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നവ്യയും വിവാഹം കഴിച്ച് വിട്ടപ്പം ഇതുപോലെ അവൾ ഗർഭിണിയായപ്പം പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി അനന്തപുരി കൊണ്ട് കൊടുത്തതല്ലേ. ഇപ്പം നയന മോക്കും അതുണ്ടാക്കി കൊടുക്കണം. പാവം അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ശരി, നീ എല്ലാം ഉണ്ടാക്ക്, നമുക്ക് രണ്ടുപേർ കൂടെ അവരുടെ അടുത്തൊന്ന് പോകാം, അവിടെ പോയി ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കാമെന്ന് പറയാം. അങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഗോവിന്ദനും കനകയും കൂടെ ആദർശിൻ്റെയും നയനയുടെയും അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അച്ഛനും അമ്മയും കൂടി വരുന്ന കാണുമ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുക. നയന ഓടി ഇറങ്ങി ചെന്നിട്ട് പറയാം, ആ അമ്മയും അച്ഛനും വന്നോ എന്ന് ചോദിക്കുമ്പം കനക പറയാം, മോളെ ദേ ഇതുപോലൊന്നും ഓടുകയൊന്നും ചെയ്യരുത്. ഇവിടെ നീ ഇപ്പം തനിയാ താമസം, അത് ഓർമ്മ വേണം. നിന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല. നീ ആനന്ദപുരിയിൽ നിന്നാൽ മതിയായിരുന്നു. അവിടെയാണെങ്കിൽ ദേവയാനിയും മുത്തശ്ശിയും എല്ലാവരും നിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വച്ചേനെ. ഇതിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കായപ്പം അമ്മയ്ക്ക് ആദ്യ മോളെ എന്ന് പറയാം.
നയന പറയുന്നുണ്ട്, അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇവിടെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇവിടുത്തെ ചേട്ടൻ നന്നായിട്ട് എല്ലാം പാചകം ചെയ്തൊക്കെ തരുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യും. പിന്നെ ആദർശേട്ടനും ഉണ്ടല്ലോ, പിന്നെ ആദർശേട്ടനോടൊപ്പം നിൽക്കുന്ന അത്രയും സമാധാനം എനിക്ക് അവിടെ നിന്നാ കിട്ടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയാം. അപ്പം കനക പറയുന്നുണ്ട്, ഇതൊക്കെ കുറച്ച് പലഹാരങ്ങളാണ് കേട്ടോ മോളെ, ഞാനെല്ലാം ഉണ്ടാക്കിയതാണെന്ന് പറയാണ്. അപ്പോഴേക്കും നയന പറയും, എന്തിനാ അമ്മയെ കഷ്ടപ്പെട്ട് ഇത്രയധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്? ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമോ? അനന്തപുരിയിലായിരുന്നെങ്കിൽ അവിടെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കായിരുന്നു. ഇതിപ്പം എനിക്ക് ഇത്രയൊന്നും കഴിക്കാനുള്ള വയറില്ല അമ്മയെന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഈ സമയത്ത് നന്നായിട്ട് ആഹാരം കഴിക്കണം, എന്നാലേ കുഞ്ഞിന് ശരീര വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇരുന്ന മോള് ഇത് കഴിക്കണം. അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കനക പറയാം, അതേ കുറച്ചൊക്കെ ആദർശനും കൊടുക്കണം കേട്ടോ, അവനും കൂടി വേണ്ടിയിട്ടാ ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തിനാ അമ്മ ഇതെല്ലാം ഉണ്ടാക്കിയത്? ഇവിടെ ഈ ചേട്ടൻ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ കനക പറയുക, അതൊക്കെ ഒരു കഷ്ടപ്പാടാണോ മോനെ? ഈ കഷ്ടപ്പാടിന് വേണ്ടിയിട്ട് ഞാൻ എത്ര നാൾ കാത്തിരുന്നതാ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്ന് പറയാണ്. അകത്തേക്ക് രണ്ടുപേരും കയറി ചെന്ന് അവിടെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അടുക്കളയിലേക്ക് നയന പോകുമ്പം ആ കൂടെ നമ്മുടെ കനകയും കൂടി പോവാം. അപ്പം കനക അടുക്കളയിൽ ചെന്നിട്ട് പറയാണ്, ദേവയാനി പലഹാരമൊക്കെ ആയിട്ട് വന്നല്ലേ എന്ന് ചോദിക്കുക. വന്നു അമ്മ, അച്ചാറുകളും പലഹാരങ്ങളും ഒക്കെ കൊണ്ട് തന്നു എന്ന് പറയാണ്. അല്ല മോളെ, ഇപ്പം അനന്തപുരിയിൽ എന്താ അവസ്ഥ? അഭി അവൻ്റെ അമ്മ ജലജയും കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ടോ എന്ന് പറയുമ്പം നയന പറയാം, പിന്നെ അവർ നേരത്തെ മുതലേ അങ്ങനെ തന്നെ അല്ലേ, അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങളൊക്കെ, പിന്നെ എന്താ അമ്മ ഇങ്ങനെ പുതുമയോട് കൂടി ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പം കനക പറയാം, മോളെ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, നവ്യയുടെ കാര്യം ആലോചിക്കുമ്പം അവൾ ആകെപ്പാടെ തെറ്റിദ്ധാരണയിലാണ്. അനന്തപുരി തറവാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവൾ ആ എൻ ജ്വല്ലറിക്ക് വേണ്ടി പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും അവരുടെ സ്റ്റാഫായിട്ട് അവരിൽ നിന്ന് പണമൊക്കെ വാങ്ങുകയും ചെയ്യുമ്പം ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അച്ഛൻ അത് എപ്പോഴും പറയും, മുത്തശ്ശനൊക്കെ എന്തുമാത്രം വിഷമം കാണും അവളുടെ കാര്യം ഓർത്തിട്ട് എന്ന് പറയുമ്പോൾ നയന പറയാം, അതൊക്കെ ചേച്ചി അങ്ങനെ ആയിപ്പോയി, ഇപ്പോൾ എന്ത് ചെയ്യാനാ? ചേച്ചി അനന്തപുരിയിലുള്ളവരോട് വൈരാഗ്യം തീർക്കുക, അതുകൊണ്ടാണ് എൻ ജ്വല്ലറി പോയി ജോലി ചെയ്യുന്നത്. ഇപ്പോൾ അനന്തപുരിയിലുള്ളവരെല്ലാം ചേച്ചിക്ക് ശത്രുക്കളാണെന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, അതെ, അവൾക്ക് ശത്രുക്കളാണ് എല്ലാവരും. അതിന് കാരണം എന്താണെന്ന് നിനക്കറിയാമല്ലോ. അബിയുടെ കാര്യം ഓർത്തിട്ട് തന്നെയാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തുമോളെന്നും ഇത് അബിയുടെ തലയിൽ എല്ലാവരും കെട്ടിവെക്കാൻ നോക്കുകയാണെന്നും അബി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അല്ലേ അവൾ വിചാരിച്ചിരിക്കുന്നത്. അബി ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്തിട്ടില്ല എന്നും അത് എല്ലാവരും അബിയെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ഓർത്തിട്ടാണ് അവൾക്ക് ഈ ടെൻഷൻ. അവൾ അതുകൊണ്ടാണ് എല്ലാവരെയും വെറുക്കുന്നത്. ആദർശിനെ വെറുക്കുന്നത് അതുകൊണ്ടാണ്. ചന്തുമോളെ അച്ഛനാണെന്നും അനഘയെ ആദർശ് ഉപദ്രവിച്ചെന്നും ആദർശിനെ എല്ലാവരും സംരക്ഷിക്കുന്നു എന്നൊക്കെ ഉള്ള ചിന്ത കൊണ്ടല്ലേ മോളെ അവൾ അത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പം നയന പറയാം, എൻ്റെ അമ്മ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ചേച്ചി എന്തായി ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ സ്വഭാവം അല്ലല്ലോ ചേച്ചിയുടേത്. പല പ്രാവശ്യവും ഞാൻ ആലോചിച്ചതാ സത്യമെല്ലാം വിളിച്ചു പറയണമെന്ന്. ഒരു പ്രാവശ്യം എൻ്റെ നാവിൻ തുമ്പി വന്നത് വരെയാ, പക്ഷേ ഞാൻ പറഞ്ഞില്ല. അതുപോലുള്ള പ്രകടന ചേച്ചി അവിടെ കാണിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിലും 2 ദിവസം അവിടെ നിന്ന് ചേച്ചിയുടെ പ്രകടനം കണ്ടു കഴിയുമ്പോൾ സത്യം തുറന്നു പറയാൻ തോന്നുമെന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, പിന്നെ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അവളുടെ സംസാരവും പെരുമാറ്റവും അബിയുടെയും ജയലജയുടെയും ജയിച്ചെന്നുള്ള ഭാവവും കള്ളത്തരങ്ങൾ മുഴുവൻ ചെയ്ത് നിന്നിട്ട് അവൻ്റെ ഭാവം കണ്ടില്ലേ, ഒന്നും ചെയ്തില്ലാന്ന് ആദർശനെ തുടരെ കുറ്റപ്പെടുത്തുന്നു. അനഘയെ ചതിച്ച് കുഞ്ഞിൻ്റെ അച്ഛനായിട്ട് കൂടി കുഞ്ഞിനെ അവനൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അതുമാത്രോ എൻ്റെ മോളെ അവൻ ചതിക്കുകയല്ലായിരുന്നോ? ഇപ്പോഴും അവളെ ചതിച്ചുകൊണ്ടിരിക്കുക, അവൾക്ക് ചതി പറ്റിക്കൊണ്ടിരിക്കുക, അവളെ അവൻ ചതിക്കുക ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നയന പറയാം, ശരിയാ, ചേച്ചിയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ചേച്ചിയോട് സത്യങ്ങളൊന്നും പറയാൻ പറ്റുന്നുമില്ല. ചേച്ചി ചതിക്കപ്പെടുക, അവരുടെ വലയിൽ വീണിരിക്കുക ചേച്ചി എന്ന് പറയാം. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇതൊന്നും അധികം ഓടുകയല്ല മോളെ, അവളിങ്ങനെ അനന്തപുരിക്കാർക്കെതിരെ ഇറങ്ങി തിരിച്ചാൽ പിന്നെ ഞാനുള്ള സത്യം മുഴുവൻ അങ്ങ് വിളിച്ചു പറയും. ഈ കനകയുടെ സ്വഭാവം അറിയാലോ നിനക്കെന്ന് പറയാം. അപ്പോൾ ഉടനെ നവീന പറയാം, വേണ്ടമേ അതൊന്നും ഇപ്പോൾ പറയണ്ട, ചേച്ചിയോട് പറയാറായിട്ടില്ല. എന്ത് പറയാറായിട്ടില്ലെന്ന് ഇപ്പോൾ അവൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടില്ലേ, അങ്ങ് അതിര് കടക്കുക ചെയ്യുന്നത്. മുത്തശ്ശനോട് പോലും ഒരു ബഹുമാനവും ഇല്ലാതില്ലേ അവൾ പെരുമാറുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ അവളോട് സത്യങ്ങൾ തുറന്നു പറയും എന്ന് പറയുമ്പോൾ നയന വീണ്ടും പറയുന്നുണ്ട്, വേണ്ടമ്മയെന്ന്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഞാൻ ആലോചിക്കട്ടെ, പറയണം, പറയാതിരിക്കാൻ പറ്റില്ല. അബിയുടെയും ജലജയുടെയൊക്കെ മുഖം കാണുമ്പോൾ, എൻ്റെ മോൾ പറ്റിക്കപ്പെടുന്ന കാണുമ്പം, അവളുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോഴൊക്കെ അതങ്ങ് വിളിച്ചു പറയാൻ എനിക്ക് തോന്നുക എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ കനകയും ഗോവിന്ദനും ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയിയൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ നവ്യയെ വിളിക്കുകയാണ് കേട്ടോ കനക.
അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എന്താമേ എന്താന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയുന്നുണ്ട് എടി ഞാൻ ഇന്ന് നയനമോളുടെ അടുത്ത് പോയി അവിടെ കുറച്ച് പലഹാരമൊക്കെ കൊണ്ട് കൊടുത്തു എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നവ്യ പറയും ഓഹോ പോയോ മോളുടെ അടുക്കെ ഇവിടുന്ന് ഇറങ്ങി പോയതാണല്ലോ എന്തിനാ നാണമില്ലാതെ അങ്ങോട്ട് പോയി ആദർശ് എന്ന് പറയുന്നവൻ അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ കനക പറയാനാ അതെ ആദർശ് ഉണ്ടായിരുന്നു പിന്നെ ആദർശ് മോൻ എവിടെ പോകാനാ അവൻ അവിടെയല്ലേ കാണേണ്ടത്. ഓ അവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അനന്തപുരി തറവാട്ടി രാജാവായിട്ട് വാണവനല്ലേ കണ്ടില്ലേ അവൻ ചെയ്തതിൻ്റെ ഫലം അവൻ തന്നെ അനുഭവിക്കും. ഇപ്പം മുത്തച്ഛൻ അവനെ കരിയില പോലെ എടുത്ത് കളഞ്ഞു ഇനിയിപ്പം അവിടെ ചെന്ന് നിൽക്കട്ടെ. ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടില്ലേ സൽസ്വഭാവിയെ അതുപോലുള്ള വൃത്തികേടല്ലേ അവൻ ആ അനഘയോടും അതുപോലെ ആ കുഞ്ഞിനോടും ചെയ്തത്. അവൻ്റെ കൂടെ നിൽക്കാൻ നയനയും അവൾ എന്ത് കണ്ടിട്ടാ അവൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇത്രയും വലിയ പേരും കളൻ അവളെ ചതിച്ചവൻ എന്നിട്ടും അവൾ വാലെ തൂങ്ങി നടക്കുക. ആ സ്വത്തും പണവും അനന്തപുരിയിലെ സ്വർണവും ഒക്കെ കണ്ടപ്പം അവളെ കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ നവ്യ അതിന് കിട്ടില്ല കേട്ടോ. അഭിയങ്ങാനുമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവനെ ഞാൻ നന്നായിട്ട് കളി പഠിപ്പിച്ചേനെ. നവ്യ നയനയല്ല എന്ന് പറയാം. അപ്പോഴേക്കും നമ്മുടെ കനകയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. കനക മനസ്സിലാലോചിക്കുക ഇവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ ഇപ്പോഴും ആദർശമോനെയും നയനമോളെയും അവങ്ങളും കുറ്റപ്പെടുത്തുന്ന കണ്ടില്ലേ ഇനിയും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാം. അപ്പോഴേക്കും കനക പറയുന്നുണ്ട് എടി എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നവ്യേ നിനക്ക് നല്ല തെറ്റിദ്ധാരണയുണ്ട് നീ നന്നായിട്ട് പറ്റിക്കപ്പെട്ടിരിക്കുക എന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുക അമ്മ എന്താ പറഞ്ഞേ ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്നോ. അതെ ഞാൻ പറ്റിക്കപ്പെട്ടിരിക്കുക ഇനി എന്ത് കള്ളക്കറിയാണ് നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുന്നതാ. അപ്പോഴേക്കും പറയാം കള്ളക്കഥയൊന്നുമല്ല എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം ഇനി ഇതൊന്നും സംസാരിക്കാതിരുന്നാൽ ശരിയാവുകയല്ലെന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ നവ്യ ചോദിക്കുക എന്താ സംസാരിക്കാനുള്ളത് ഇപ്പം ഈ പറഞ്ഞതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത്. അബിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനായിരിക്കും അല്ലേ. കുറ്റം പറയാനാണേലും എന്താണേലും നീ വരണം ബീച്ച് വരെ നീ വരണം എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കണം അത് അത്യാവശ്യ കാര്യമാണ്. നീ ഇത് ആരോട് പറയാനൊന്നും പോകണ്ട നേരെ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കനക ഫോൺ കട്ട് ചെയ്യാണ്. അപ്പം ബാക്കിയൊന്നും കേൾക്കാൻ നിൽക്കാതെ കനക ഫോൺ കട്ട് ചെയ്തപ്പം നവ്യ ആലോചിക്കുക ഇനിയിപ്പോൾ പോണോ അല്ല എന്ത് പറയാനായിരിക്കും അമ്മ വിളിച്ചത്. എന്ത് രഹസ്യം പറയാനാ അബിയെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനായിരിക്കും. ഏയ് അങ്ങനെയാണെങ്കിൽ സ്ഥിരം പറയുന്നതല്ലേ അത് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ എന്തിനാ നേരിട്ട് കണ്ട് പറയണമെന്നൊക്കെ പറയുന്നത്. അപ്പം എന്തോ കാര്യമുണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കാം എന്നിങ്ങനെ പറയാണ്. അങ്ങനെ നവ്യ പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ. പോകാൻ ഇറങ്ങുമ്പോഴേക്കും അബിയും ജലജയും അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക അബി എടി നീ എവിടെ പോവാ ഇത്ര ധൃതി പിടിച്ച് നീ എങ്ങോട്ടാന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയാ ഞാൻ ബീച്ച് വരെ പോവാന്ന് പറയാം. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അതെന്തിനാ ബീച്ചിൽ ഇന്ന് ജ്വല്ലറിയിൽ നിനക്ക് വർക്കൊന്നുമില്ല എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയാ ഇല്ല എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പോരല്ലോ എന്താ എനിക്ക് ബീച്ച് വരെ ഒന്ന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അബി ചോദിക്കുക അല്ല ബീച്ചിൽ പോകുന്ന എന്താണെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പറയാം അതെ അമ്മ ബീച്ചിൽ വരുന്നുണ്ട് എന്നോട് അത്യാവശ്യമായിട്ട് അമ്മയ്ക്ക് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അതെന്താണെന്ന് അറിയാൻ വേണ്ടി പോവാന്ന് പറയാം. അപ്പോൾ അബിയും ജലജയും പരസ്പരം നോക്കുക ഇനി കനക എങ്ങനെ സത്യം വിളിച്ച് പറയാനാണോ ഇവളെ വിളിച്ചിരിക്കുന്നത് കനകയ്ക്ക് എന്താണോ ഇത്ര പറയാനുള്ളത് എന്നൊക്കെ വിചാരിച്ച്. അപ്പോഴേക്കും നവ്യ പോകാൻ ഇറങ്ങുമ്പോൾ വീണ്ടും അഭി ചോദിക്കുക നിനക്ക് പോണോ അല്ല അമ്മ എന്ത് പറയാനായിരിക്കും വിളിച്ചിരിക്കുന്നത്. അല്ല അതെനിക്കറിയില്ല പക്ഷെ എന്തോ അത്യാവശ്യ കാര്യം എന്നെ നേരിട്ട് കണ്ട് പറയണമെന്ന് പറഞ്ഞു എന്തായാലും ചെന്ന് നോക്കട്ടെ. അപ്പോൾ അഭി പുറകെ ചെന്നിട്ട് പറയാം എടി എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനായിരിക്കും കേട്ടോ നീ അതൊന്നും വിശ്വസിക്കരുത് എല്ലാവരും കൂടെ ആദർശനെ നല്ലവനാക്കാൻ വേണ്ടി എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാവൂന്ന് പറയാം. എന്താണെന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് നവ്യ അവിടുന്ന് കാറിൽ കയറി ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ അബിയും ജലജയും കൂടെ അവിടെ നിന്നിട്ട് പറയാം അയ്യോ എന്തോ പറയാനായി കനക വിളിച്ചത്. ജലജ പറയാ അവളുടെ നാക്കിലാണ് എല്ലില്ലാത്തതാ ആ കനകയുടെ അവൾ എന്തെങ്കിലും വിളിച്ച് പറയോ അബി പറയാ പറഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു ഇന്നും കൊണ്ട് നമ്മുടെ പരിപാടി തീർന്നെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ നവ്യാണെങ്കിൽ പോയിൽ ബീച്ചിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ കനക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത്. അപ്പോഴേക്കും കനക വരുമ്പം നവ്യ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുക എന്താ അമ്മേ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്. അല്ല അമ്മയ്ക്ക് എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കനക പറയാ ഇല്ല ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ല നിന്നെ നേരിട്ട് കണ്ട് തന്നെ പറയണം നീ അറിയേണ്ട ചില കാര്യങ്ങളാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ ചോദിക്കും ഓ ഇത്രയ്ക്കും വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണോ എന്തെങ്കിലും അബിയുടെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണോ അമ്മ എന്ന് ചോദിക്കുക. എന്താടി അബിയുടെ കുറ്റം പറയാൻ നിനക്ക് ദഹിക്കില്ലേ അവൻ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ. അപ്പം നവ്യ പറയാ അപ്പം അത് തന്നെയാ അവൻ്റെ കുറ്റം പറയാൻ വേണ്ടി വന്നതാ ആദർശിനെ നയനെ നല്ലവരാക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെയാ അമ്മയുടെ ഈ വരവ്. അതെടി അതിന് തന്നെയാ നീ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് അത് നിന്നോട് തുറന്നു പറയാനാ പിന്നെ നിനക്ക് അബിയുടെ കൂടെ ജീവിക്കണോ അവനെ വിശ്വസിക്കണോ എന്നൊക്കെ തീരുമാനിക്കാം. പക്ഷേ ഇത് നിന്നോട് തുറന്നു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നീ അത്രയധികം അഹങ്കാര അനന്തപുരിയിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ പ്രായമായ മുത്തശ്ശനെ പോലും നീ ബഹുമാനിക്കുന്നില്ല
ആ കുടുംബം തകർക്കാൻ വേണ്ടി നീ നോക്കുന്നുണ്ട്. അതുപോലെ ആദർശിനെയും നയനമോളെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ നീ ചെയ്യുന്നത് കണ്ടു നിന്നിട്ട് ഇത് ഇനിയും പറയാതിരിക്കാൻ എനിക്കാവില്ല. ഞാൻ നയനയൊന്നും അല്ല, എല്ലാം മറച്ചു വെച്ച് നന്മകന്മാരമായിട്ട് നിൽക്കാൻ എനിക്കിത് സഹിക്കുന്നില്ല. നയനമോള് പല പ്രാവശ്യം പറഞ്ഞു, പറയണ്ട പറയണ്ട, നിന്നെ അറിയിക്കേണ്ട, നിന്റെ കുടുംബം തകർക്കണ്ടെന്ന്. ഇപ്പം എനിക്ക് അതിന് സമയമായി എന്ന് തോന്നുക. ഇനി നീ അറിയാതിരുന്നാലേ നീ അങ്ങ് മാനത്തോട്ട് പൊങ്ങിപ്പോകും. അപ്പം നവ്യ ചോദിക്കുക, എന്ത് കള്ളത്തരാ ഇപ്പം നയനയായിട്ട് ഒപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? എന്തോ വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ. അപ്പം ഉടനെ കനക പറയും, അതെ വലിയ പ്രശ്നം തന്നെയാണ്. നീ കേട്ടോ, നീ ഇപ്പോഴും ആദർശിനെ കുറ്റപ്പെടുത്തി ചന്തുമോൾ ആദർശിൻ്റെ മോളാണെന്നും അനഘയെ ചതിച്ചത് ആദർശാണെന്നും ഒക്കെ അങ്ങ് പറയുന്നില്ലേ? എന്നാ നീ കേട്ടോ, ആദർശിൻ്റെ കുഞ്ഞല്ല ഈ ചന്തുമോള്. ചന്തുമോളെ നിന്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാണ്. അവന് അനഘയിലുണ്ടായ കുഞ്ഞ് എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാ, ഓ ഇത് പറയാനായിരുന്നോ? ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെയൊക്കെ വരുവുള്ളെന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് വേണ്ടേ കഥയിൽ? ആദർശിനെ രക്ഷിക്കണ്ടേ? അപ്പം ഉടനെ കനക പറയാം, ദേ എടി എടി, ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറഞ്ഞു, നിന്റെ പെറ്റ് തള്ളയാ ഞാൻ നിന്റെ നേരെ നിന്നോട് ഇത് പറയുമ്പം അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് നീ വിചാരിച്ചോണം. വീണ്ടും വീണ്ടും ദേ നിന്റെ ഭർത്താവ് അബിയുടെയും അവൻ്റെ അമ്മയില്ലേ ജലജ, അവളുടെയും ആ ഒരു വാചക കുഴിയിൽ നീ അങ്ങ് വീണ് പോകരുത്. നീ എന്നെ അവരിട്ട് വട്ടം കറക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ വരാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വിശ്വസിക്കാമെങ്കിൽ നീ വിശ്വസിക്ക്. ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോള്, ആബിയുടെ കുഞ്ഞാ. ഇനിയിപ്പം നിനക്കതിലേ ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ നീ DNA ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അവനോട് പറഞ്ഞു നോക്കാം, അവൻ സമ്മതിക്കുമെന്ന്. സമ്മതിക്കുമെങ്കിൽ DNA ടെസ്റ്റ് ചെയ്ത് നീ അതങ്ങ് സ്ഥിരീകരിക്ക്. ഇപ്പം അതിനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊന്നും. ആദർശം നയനിയും DNA ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അവരുടെ കയ്യിലുണ്ട്. ആബിയുടെ കുഞ്ഞാ ചന്തുമോള്. അവനും അവൻ്റെ അമ്മയ്ക്കും ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ദേവയാനി പറയുന്നതൊക്കെ അനുസരിച്ച് വാലാട്ടി അവിടെ രണ്ട് നിൽക്കുന്നത്. അല്ലാതൊന്നും അല്ല. നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാനായിട്ടാ ആരും നിന്നോട് ഇത് വിളിച്ച് പറയാഞ്ഞത്. മനസ്സിലാക്കുക നീ. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്ന് പറയാം. എന്നിട്ട് കനക അവിടെ നിന്ന് പോവാം. നമ്മുടെ നവ്യ ഇത് കേട്ട് ഞെട്ടി നിൽക്കുക. നവ്യ രണ്ട് ഭാവത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. വിശ്വസിക്കണോ, അമ്മ പറഞ്ഞത് സത്യമായിരിക്കുമോ, ഈ അഭി തന്നെ ആയിരിക്കുമോ, ഇനിയിപ്പം ഇവർ നുണ പറഞ്ഞ് എന്നെ പറ്റിക്കുന്നതായിരിക്കുമോ എന്തൊക്കെയുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ. നവ്യ കടലിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അതേസമയം കനക അങ്ങോട്ട് പോകുന്ന വഴി തന്നെ നമ്മുടെ നയനെ വിളിക്കുക കേട്ടോ. നയനമോളെ, ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ട് വരിക. ആ കാര്യം ഞാൻ അവളോടങ്ങ് തുറന്ന് പറഞ്ഞു എന്ന് പറയാം. അപ്പം നയന ചോദിക്കുക, എന്ത് കാര്യാമേ? ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യം ഞാൻ നവ്യയോട് പറഞ്ഞു. ഇനിയും അവളുടെ അഹങ്കാരം കണ്ടുകൊണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ അവളോട് തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പം നയന ചോദിക്കുക, എന്താ അമ്മ പറഞ്ഞത്? അമ്മയ്ക്ക് എന്ത് അമ്മയോടല്ലേ പറയേണ്ടെന്ന്? അമ്മ എവിടെ വെച്ചാൽ കണ്ടത് നവ്യേച്ചിയെ? ഇനിയിപ്പോൾ നവ്യേച്ചി എങ്ങനെ പ്രതികരിക്കുമെന്ന് അമ്മയ്ക്ക് അറിയോ? അവൾ എങ്ങനെ വേണേലും പ്രതികരിക്കട്ടെ, പക്ഷേ ഇത് പറയാതിരിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു എന്ന് പറയാം. അപ്പം നയന പറയാം, അമ്മ എവിടെയാവ്? നവ്യേച്ചി എവിടെയുള്ളത്? ആ ബീച്ചിലുണ്ട്. അവിടെ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്നു. അവൾ അവിടെ ബീച്ചിൽ നിൽപ്പുണ്ട്. എൻ്റെ പൊന്നമ്മേ, അമ്മ സമ്മതിച്ചിരിക്കുന്നു. ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് നയന. എന്നിട്ട് ഓടിപ്പോയി ആദർശനോട് പറയുന്നുണ്ട്, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പം അമ്മ നവ്യേച്ചിയോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ ആദർശം അറിയാം. എന്നിട്ട് നവ്യ എങ്ങനെ പ്രതികരിച്ചെന്നൊന്നും അറിയില്ല. അമ്മ പറഞ്ഞിട്ട് പോന്നു, ചേച്ചി ആ ബീച്ചിൽ നിൽപ്പുണ്ട്. ആകെ മൊത്തം ടെൻഷൻ അടിച്ച് നിൽപ്പുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. എന്തെങ്കിലും അബദ്ധം ചെയ്ത് കൂട്ടുമെന്ന് അറിയില്ലെന്ന് പറയാം. അപ്പോൾ ആദർശം പറയാം, ശരിയാ, അങ്ങനെ ബീച്ചിൽ ഒറ്റയ്ക്ക് നവ്യ നിന്നാൽ പറ്റില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയാം. അപ്പം നയനയും പറയാം, ശരിയാ ആദർശേട്ടാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാമെന്ന് പറയാം. അങ്ങനെ ആദർശം നയനെ ആകെ പാടെ ടെൻഷൻ അടിച്ച് വണ്ടിയെടുത്ത് അവിടെ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നവ്യ ബീച്ചിൽ ഇങ്ങനെ സ്തബ്ധയായിട്ട് കടലോ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നവ്യെ ഇവരങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ധൃതി പിടിച്ച് ആദർശം നയനയും വരിക. എന്തെങ്കിലും അബദ്ധം ചേച്ചി കാണിച്ചാലോ ഒന്ന് നയനയ്ക്ക് പേടി. അങ്ങനെ ഓടി വരുന്ന സമയത്ത് നവ്യ ഇവരെ കാണുന്നൊന്നുമില്ല. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് നവ്യ അങ്ങ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇവർ കാണുകയാണ് കേട്ടോ നവ്യ തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് സമാധാനമാണ്, കടലിലൊന്നും ചാകാനൊന്നും പോയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. അങ്ങനെ നവ്യ നേരെ ചെന്ന് വണ്ടി കയറി വീട്ടിലേക്ക് പോവുക. അത് കാണുമ്പം നമ്മുടെ ആദർശം നയനയും തിരിച്ചു പോവുകയാണ്. സമാധാനമായി അനന്തപുരിയിലേക്കായിരിക്കും പോയത്. അവിടെ ചെന്ന് ഇനി എന്താവോ, അബി ചോദ്യം ചെയ്യുമോ, അവൻ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് തിരിച്ചു പോവുക. അതേസമയം നവ്യ വണ്ടി കയറി ചെന്ന് അനന്തപുരിയിൽ ഇറങ്ങുക. അപ്പോൾ അതേസമയം നമ്മുടെ ജലജയും അബിയും മുകളിൽ നിന്ന് കാണുകയാണ് കേട്ടോ നവ്യ വരുന്നത്. ഇവരിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും കനക പറഞ്ഞിട്ടുണ്ടോ, സത്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൾ വന്നാൽ ഇവിടെ മൊത്തം പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ആലോചിച്ച് അവരിങ്ങനെ നിൽക്കുക. അവർ ടെൻഷൻ അടിച്ച് ഇതേ അവൾ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴാണ് വന്നിറങ്ങുന്നത്. നവ്യ നല്ല ദേഷ്യത്തോടു കൂടി വന്നിറങ്ങിയിട്ട് അകത്തേക്ക് കയറിച്ചില്ല. അപ്പോഴേക്കും അബിയും ജലജയും അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുക, എന്താ നവ്യ, എന്തിനാ നിൻ്റെ അമ്മ വിളിച്ചത്, നീ എന്തിനാ പോയതെന്ന് ചോദിക്കുക. അപ്പം നവ്യ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ് അബിയെ. ജലജയെ നോക്കുന്നുണ്ട്. ഒരക്ഷരവും മിണ്ടാതെ നവ്യ അകത്തേക്ക് കയറി പോവുക റൂമിലേക്ക്. അന്നേരം അബി ജലജയോട് പറയുക, അമ്മ ഇത് പ്രശ്നമായെന്നാണ് തോന്നുന്നത്, അവൾ ദേഷ്യത്തിൽ പോയി
ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ആ പുറകെ അഭിയും ചെന്ന് റൂമിൻ്റെ അകത്തേക്ക് കയറുക. റൂമിൻ്റെ അകത്ത് കയറുമ്പോഴേക്കും അവിടെ ആ നവ്യയോട് ചോദിക്കുക, എന്താ നവ്യ പ്രശ്നം? അപ്പോൾ നവ്യ പറയാം, പ്രശ്നം എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുക, എന്താ അവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? നിന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, പക്ഷേ ആ കാര്യം സത്യമാണോ എന്നുള്ളത് എനിക്കറിയണം. എന്താ അവർ പറഞ്ഞത്? അല്ല, നിന്റെ കൊച്ചാണ് ചന്തുമോളെന്ന്. അനഘയെ നീ ചതിച്ച് നിനക്കൊണ്ടായ കുഞ്ഞാണ് ചന്തുമോളെന്നാ അമ്മ പറഞ്ഞത്. അപ്പോൾ അഭി ഞെട്ടിപ്പോവാണേ. അഭി പറയാ, അത് വെറുതെ പറയുന്ന, നീ എന്നിട്ട് അത് വിശ്വസിച്ചോ? ആദർശിനെ രക്ഷിക്കാൻ വേണ്ടി അവർ പറയുന്നതാ. അപ്പോഴേക്കും നവ്യ കൈയൊക്കെ ചൂണ്ടിയിട്ട് പറയാ, ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് എവിടെയോ ഒരു 80% വിശ്വാസമുണ്ട്. നീയല്ലേ ആള്, നീ അത് ചെയ്യാൻ മടിക്കില്ല. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലടാ അബി. ഇനിയിപ്പം നീ അത് ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ അന്ന് നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോണം. അത് നീ അവരെന്താ പറഞ്ഞേ? അല്ല, ഇനി അവരെന്താ പറഞ്ഞേ ഇവരെന്താ പറഞ്ഞതെന്ന് നീ അറിയണ്ട. DNA ടെസ്റ്റ് ചെയ്യുക. DNA ടെസ്റ്റ് ചെയ്ത് നിന്റെ കുഞ്ഞാണ് ചന്തുമോളെന്ന് തെളിഞ്ഞാൽ എന്ന് പറയാണ്. ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ. നവ്യയുടെ മനസ്സിൽ ഒരു 80% വിശ്വാസമായിട്ടുണ്ട്. ഇനിയിപ്പം നവ്യ അഭിക്കിട്ട് പണി കൊടുക്കുകയാണ്. DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി കിട്ടിക്കഴിയുമ്പോഴേക്കും നല്ല ഉഗ്രം പണിയാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്